എനിക്ക് മണിക്കുട്ടിയെ മറന്നുകൊണ്ടുള്ളൊരു ജീവിതം എനിക്ക് വേണ്ട ഫാദർ. മണിക്കുട്ടിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന കനി വിവാഹത്തിന് തയ്യാറല്ലെന്ന് ഫാദറിനോട് പറയുന്നു. ഹരിയെ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് സ്റ്റെഫി. താൻ വിവാഹം കഴിക്കുന്നത് കനിയെയാണെന്ന് തുറന്നു പറയുന്ന ഹരിനാരായണൻ. തുടർന്ന് കാണുക. നേരെ തന്നെയാണോ ആതിരെ പറയുന്നത്? അതെ, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഹരിയേട്ടൻ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിരിക്കുക ഈ കാര്യം. എന്നാലും 10 പൈസയുടെ ഗതിയില്ലാത്ത ആ കനി, അത് തന്നെയാ എനിക്ക് ദഹിക്കാത്തത്. അവൾ ഇവിടെ ഹരിയേട്ടന്റെ ഭാര്യയായിട്ട് വന്ന് ഭരണം തുടങ്ങിയ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ആതിരയ്ക്ക് മാത്രമല്ല, എല്ലാവർക്കും ക്ഷീണമായത്. എന്നാലും എന്ത് കണ്ടിട്ട് ആ കനിയെ കെട്ടുന്നത്? അതാ എനിക്ക് മനസ്സിലാകാത്തത്. ഇനി വല്ല കൂടോത്രം ചെയ്ത് മയക്കെടുത്തതാവും അവള്. സ്വത്തുക്കള് ചില്ലറയൊന്നും അല്ലല്ലോ ഉള്ളത്. ഓർക്കും തോറും എനിക്ക് ശരീരമാസകലം പെരുത്തു വരിക. ഒരു കാരണവശാലും ഈ കല്യാണം നടക്കാൻ പാടില്ല. ഞങ്ങൾ ഉടനെ അവിടെ എത്താം, എന്നിട്ട് സംസാരിക്കാം. വേഗം ഇങ്ങോട്ട് വാ, നിങ്ങൾ വന്നാലേ എനിക്കൊരു സമാധാനമാവൂ. ശരി. ആരാടി വിളിച്ചേ? ആതിരയാ. അവിടെ പുതിയൊരു വിശേഷം ഉണ്ടായി. നിങ്ങളുടെ ഏട്ടൻ കല്യാണം കഴിക്കുന്ന ആരെയാണെന്നറിയോ? ആ അനാഥ പെണ്ണിന്, കൊനിയെ. അവളെയോ? എടി, അല്ല, നമ്മുടെ ഏട്ടൻ എന്താ തലയ്ക്ക് സ്ഥിരതയിലുണ്ടായോ? ഇതൊക്കെ കേൾക്കുമ്പോ എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ഇതിന് പിന്നിൽ കാര്യമായിട്ട് എന്തോ കളി നടന്നിട്ടുണ്ട്. അച്ഛനാണല്ലോ. അച്ഛാ, നീ എവിടെയാ? ഞാൻ വീട്ടിലാ. എന്തു പറ്റി അച്ഛാ? ഒരു കാര്യം പറയാനാ വിളിച്ചത്. എന്താച്ചാ? ഹരി ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന വിവരം അറിഞ്ഞിരിക്കുമല്ലോ. അറിഞ്ഞു. ആരെയാണ് കെട്ടുന്നത് എന്ന് വല്ലതും നിന്നോട് പറഞ്ഞോ? അത് മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിങ്ങൾ തമ്മിൽ നല്ല അടുപ്പമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എന്തുണ്ടെങ്കിലും തുറന്നു പറയാതിരിക്കില്ലല്ലോ. അത് പിന്നെ കല്യാണം കഴിക്കുന്നല്ലാതെ ആരെയാണ് കല്യാണം കഴിക്കുന്നത് പറഞ്ഞിട്ടില്ല. ആനി ചേച്ചിയുടെ അനിയത്തി സ്റ്റെഫി. അല്ല, കനിയെയാണ് ഹരി കല്യാണം കഴിക്കാനായി കണ്ടുവച്ചിരിക്കുന്നത്. കനിയോ? കനി എന്ന് പറയുമ്പോ ഏഞ്ചലിന്റെ? അതെ, ആ കുട്ടി തന്നെ. കനിയും മണിക്കുട്ടിയുമായി ഏഞ്ചലിനുള്ള ബന്ധം അറിയാലോ. അതിൻ്റെ പേരിൽ സകലരും ഏഞ്ചലിനെ ക്രൂശിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിലാണ് ഹരി ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം അവരവർക്ക് തന്നെയാണ്. ഹരി ആയാലും നീ ആയാലും അങ്ങനെ തന്നെയാ ചെയ്തത്. ഇപ്പോൾ ഹരി വീണ്ടും അതേ പാത തന്നെ തിരഞ്ഞെടുത്തു. ഇതിപ്പോ ഹരിക്ക് വേണ്ടിയല്ല, ഏഞ്ചൽ മോക്ക് വേണ്ടിയാ. അതെനിക്കറിയാച്ച. എല്ലാവർക്കും അതറിയണം എന്നില്ലല്ലോ. ഹരിയുടെ ഈ തീരുമാനം ചില പൊട്ടിത്തെറികൾ സൃഷ്ടിച്ചേക്കാം. ജാതി, മതം, കുലം, സാമ്പത്തിക സ്ഥിതി, അന്തസ്സ് എന്നൊക്കെ പറഞ്ഞ് കോലാഹലമുണ്ടാക്കാനുള്ള അണിയറ നീക്കങ്ങൾ ഞാൻ മനസ്സിൽ കാണുന്നുണ്ട്. എന്ത് ജാതി, എന്ത് മതം, എന്ത് സമ്പത്ത്? അച്ഛാ, ഈ ലോകത്തെ 2 ജാതിയേ ഉള്ളൂ. ആൺജാതിയും പെൺജാതിയും. പിന്നെ സമ്പത്ത്. സ്നേഹം തന്നെയല്ലേ ഏറ്റവും വലിയ സമ്പത്ത്. ഇങ്ങനെ ചിന്തിക്കാൻ എല്ലാവർക്കും സാധിക്കില്ലല്ലോ. സമ്പത്തിൻ്റെയും അന്തസ്സിൻ്റെയും പേരിൽ അഹങ്കരിച്ച് നെഞ്ചി വിരിച്ച് നടക്കുന്നവർ ആ നിലയിൽ എങ്ങനെ എത്തിയെന്ന് ചിന്തിക്കുന്നില്ല. അതൊക്കെ പോട്ടെ. ഈ കല്യാണത്തിൻ്റെ കാര്യത്തിൽ ഹരി ഒറ്റപ്പെടാൻ പാടില്ല. ഇല്ലച്ചാ, അങ്ങനൊന്നും ഉണ്ടാവത്തില്ല. എല്ലാറ്റിനും നീ കൂടെ ഉണ്ടാവണം. ശരി. ആട്ടെ, ചുരുമിയില്ലേ അവിടെ? ഇവിടെ ഉണ്ടച്ചാ. ഫോൺ കൊടുക്കണോ? വേണ്ട, അന്വേഷണം അറിയിച്ചാൽ മതി. ശരി. വലിയേട്ടൻ കല്യാണം കഴിക്കുന്ന കനിയാണ്. അതാ അച്ഛ ഇപ്പൊ വിളിച്ചു പറഞ്ഞു.
ഏഞ്ചൽ മോൾക്ക് കനിയെന്ന് വെച്ച ജീവനാണല്ലോ. എന്തുകൊണ്ട് നല്ല തീരുമാനം അത്. വലിയേട്ടൻ അന്ന് ഇവിടെ വന്നപ്പോഴേ എനിക്ക് ചെറിയൊരു സ്മെല്ലടിച്ചതാ. ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പുകില ഉണ്ടാവുക. അച്ഛനും അത് തന്നെ ഇപ്പൊ പറഞ്ഞ. ആതിര ചേച്ചിയും സൂര്യേട്ടനൊന്നും അടങ്ങിയിരിക്കത്തില്ല. അങ്ങനെ എടുത്തിയാടി ഒരു തീരുമാനം എടുക്കുന്ന ആളല്ല വലിയേട്ടൻ. നമ്മള് വലിയേട്ടന്റെ കൂടെ തന്നെ ഉണ്ടാവണം സുർമി. എവിടെ? ഹരിയേട്ടനില്ല ഇവിടെ? ഉണ്ട്. ഓ, നിങ്ങളാരും ഏട്ടനോട് ഒന്നും ചോദിച്ചില്ലേ? നമ്മുടെ അച്ഛനും ഏട്ടന്റെ ഈ ഭ്രാന്തനും കൂട്ടി നിൽക്കണോ? അച്ഛൻ എന്നും വല്യേട്ടന്റെ സൈഡ് തന്നെയാണല്ലോ. ഓ, അച്ഛന്റെ മുന്നിൽ വെച്ച് തന്നെയാ വല്യേട്ടൻ കല്യാണക്കാര്യം വിളിച്ചു പറഞ്ഞത്. എന്നിട്ടും എതിർത്തൊരു വാക്ക് പോലും പറഞ്ഞില്ല അച്ഛൻ. അച്ഛന്റെ കാര്യം വിട്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. തോൽക്കാൻ പാടില്ല നമ്മൾ. ഏട്ടാ, ഈ കേട്ടതൊക്കെ ശരി തന്നെയാണോ? ആദ്യം കേട്ടതെന്താണെന്ന് പറ. അത് കഴിഞ്ഞ് തീരുമാനിക്കാം ശരിയാണോ തെറ്റാണോ എന്ന്. ഏട്ടൻ കല്യാണം കഴിക്കുന്നത് ആ കനിയെയാണോ? ആതിര വിളിച്ചു പറഞ്ഞപ്പം ഞങ്ങൾക്ക് വിശ്വസിക്കാനായില്ല. വിശ്വസിച്ചോ? കേട്ടത് സത്യം തന്നെ. ഓ, ഏഞ്ചൽ മോൾക്കൊരു അമ്മ വേണം. ഏഞ്ചലിന് വേണ്ടത് കനിയെ മാത്രമല്ല, മണിക്കുട്ടിയെ ഒപ്പം കൊണ്ടുവരും. അതെ, ഈ പ്രായത്തിന്റെ പക്വതയില്ലാണ്ട് ഏഞ്ചൽ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് നമ്മുടെ കുടുംബത്തിന്റെ മാനം നോക്കണ്ടേ ഏട്ടാ? ഒരാൾ മുസ്ലിം പെണ്ണിനെ കെട്ടി വേറെ താമസിക്കുന്നതിന്റെ മാനക്കേട് ഇനിയും മാറിയിട്ടില്ല. അതിന്റെ കൂടെയാ ഇതും. ഏട്ടന് കല്യാണം കഴിക്കാൻ വേറെ എത്രയോ പേരുണ്ട് ഇവിടെ. ഞങ്ങൾ കണ്ടെത്തി തരാം. എല്ലാം കൊണ്ടും മൊത്തം ഒരു പെൺകുട്ടിയെ. നിങ്ങൾ കണ്ടെത്തുന്ന പെണ്ണ് ഏത് തരത്തിലുള്ളതായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളൊരാളെ വിലയിരുത്തുന്നതും അയാൾക്ക് മാർക്കിടുന്നതും എങ്ങനെയാണെന്ന് എനിക്കറിയാം. നിങ്ങൾ കണ്ണുവെക്കുന്നത് സ്വത്തിലും പണത്തിലുമാ. ഹൃദയശുദ്ധിക്കും സ്നേഹത്തിലും നിങ്ങൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അതുകൊണ്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. പറയത്തക്ക കുടുംബമഹിമയോ ബാങ്ക് ബാലൻസോ ഒന്നുമില്ലായിരിക്കും കനിക്ക്. എന്നാൽ അതിനേക്കാളെല്ലാം മേലെ നിൽക്കുന്ന ഒന്നുണ്ട്. ചതിയും വഞ്ചനയും കാപട്യൊന്നും ഇല്ലാത്ത വലിയൊരു മനസ്സ്. പണം നമുക്കുണ്ടാക്കാം, പക്ഷേ പണം കൊടുത്താലൊന്നും അങ്ങനൊരു മനസ്സ് കിട്ടില്ല. സകല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇവളാ. ഇതിന്റെ തല വെളിയിൽ കണ്ടതോടെ തള്ള പോയി. ഇനി ഞങ്ങളെയും കൂടി കൊന്നു തിന്നാലേ ഇവൾക്ക് തൃപ്തി ആവുള്ളായിരിക്കും. അതെ, ഏട്ടാ, എല്ലാ കാര്യത്തിലും പക്വത കാണിക്കുന്ന ഏട്ടൻ ഈ കാര്യത്തിലൊരു ബുദ്ധിശൂന്യത കാണിക്കരുത്. കല്യാണം കഴിക്കുന്നത് ഏട്ടനാണെങ്കിലും ഞങ്ങളെ കൂടെ ഒന്ന് പരിഗണിക്കണ്ടേ? സമൂഹത്തിൽ മോശമല്ലാത്തൊരു പേരും പെരുമയുള്ളവരാ ഞങ്ങളും. ഏട്ടനായിട്ട് ഇത് കളഞ്ഞു കുളിക്കരുത് പ്ലീസ്. ഏട്ടാ, ഞാനൊരു കാര്യം തീർത്ത് പറയാം. ഈ ഞങ്ങളുടെ സമ്മതത്തോടെ ഈ കല്യാണം നടക്കില്ല. ഇക്കാര്യത്തിൽ നിങ്ങളാരുടെ സമ്മതം എനിക്ക് വേണ്ടെങ്കിലോ? അല്ല ഏട്ടാ, എന്റെ മോൾക്ക് വേണ്ടി പ്രാണം കൊടുക്കാൻ വരെ ഞാൻ തയ്യാറാണ്. എന്റെ ഭാര്യയെ ഇവളുടെ അമ്മയായി കനി ഇവിടേക്ക് വരും. അതിന് നിങ്ങളുടെ സമ്മതമൊന്നും എനിക്ക് വേണ്ട. സൗകര്യമുള്ളവർ നിന്നാ മതി ഇവിടെ. എന്റെ മോളെ ഉൾക്കൊള്ളാനും അവളുടെ ഇഷ്ടങ്ങൾ അംഗീകരിക്കാനും മനസ്സുള്ളവർ മാത്രം ഇവിടെ നിന്നാ മതി. പോകേണ്ടവർക്കൊക്കെ പോവാം. വാമളെ. അല്ല ഏട്ടാ, ഒന്നുകൂടെ
മോളെ, ഞാൻ മോളോട് പറഞ്ഞതല്ലേ അവരൊക്കെ വകതിരിവില്ലാത്തവരാണെന്ന്. അവരൊക്കെ ഇങ്ങനെ പലതും പറയുകയും കാണിക്കുകയൊക്കെ ചെയ്യും. മണിക്കുട്ടിയും കനിയും നമ്മുടെ വീട്ടിലേക്ക് വരും. അത് തടയാൻ അവർക്കാർക്കും കഴിയില്ല. നമ്മളിപ്പോ അവരുടെ അടുത്തേക്കാണ് പോകുന്നത്, മണിക്കുട്ടിയുടെയും കനിയാൻ്റിയുടെ അടുത്തേക്ക്. പപ്പയും മോളും കൂടെ എങ്ങോട്ടേക്കാ? ആ നശിച്ചവളെ കാണാനുള്ള പോക്കാണോ? മോളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഒരു പപ്പ അവിടെ ചവിട്ടി ഇറക്കപ്പെടുന്നതേ മറ്റുള്ളവരുടെ മോഹങ്ങളും ആഗ്രഹങ്ങളുമാ. ഇല്ല, സമ്മതിക്കില്ല. വേറൊരുത്തിയും ഭാര്യയായി വരാൻ സമ്മതിക്കില്ല ഞാൻ. എന്റെ ചേച്ചിക്ക് പകരം വേറൊരാളെ കെട്ടുന്നുണ്ടെങ്കിൽ അത് എന്നെ ആയിരിക്കണം. ആ സ്ഥാനത്തേക്ക് വേറൊരാളെയും കൊണ്ടുവരാൻ നോക്കണ്ട. നോക്കിയാ കൊല്ലും ഞാൻ. നിങ്ങളെയും കൊല്ലും, ഇവളെയും കൊല്ലും. നിന്റെ അമ്മയുടെ സ്ഥാനത്തേക്ക് ഞാൻ മതിയെന്ന് പറഞ്ഞാൽ എന്താടി നിനക്ക്? സ്റ്റഫേ, നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? വീട്ടിലൊരു അംഗം കഴിഞ്ഞതേ ഉള്ളൂ, ഇപ്പതാ റോഡിലും. നിങ്ങൾ ആരും എന്താ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാത്തത്? പ്രാക്ടിക്കലായി തന്നെയാ ഞാൻ ചിന്തിക്കുന്നത്. തിരുമുറ്റത്ത് ഹരിനാരായണന്റെ ഭാര്യയാകാനുള്ള യോഗ്യത എന്തുകൊണ്ടും എനിക്കാ. ആ ഭാര്യാസ്ഥാനം എനിക്ക് കിട്ടിയേ തീരൂ. ഒരാളുടെ യോഗ്യതയെ സ്ഥാനമൊക്കെ നിശ്ചയിക്കേണ്ടത് അവരവരല്ല, അത് മറ്റുള്ളവർ അംഗീകരിച്ച് തരേണ്ടതാണ്. ആദ്യം പക്വതയോടെ പെരുമാറാൻ പഠിക്കും, എന്നിട്ട് മതി ഭാര്യയാവലൊക്കെ. നീ ഇപ്പൊ കാണിക്കുന്നതേ കളിപ്പാട്ടത്തിന് വേണ്ടി കൊച്ചുകുട്ടികൾ കാണിക്കുന്ന ബാലിശമായ വാശി പോലെയാ. നിന്റെ അച്ഛൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു തന്നല്ലേ? അപ്പൻ അങ്ങനെ പലതും പുലമ്പിക്കൊണ്ടിരിക്കും. ആരത് കാര്യമായിട്ട് എടുക്കുന്നു? പിന്നെ അപ്പനേക്കാൾ കാര്യബോധം എന്റെ അമ്മച്ചിക്കാ. അമ്മച്ചി സമ്മതിച്ചു തന്നിട്ടുണ്ട് ഹരിയേട്ടന്റെ ഭാര്യയാകാനുള്ള യോഗ്യതയും പക്വതയും എനിക്കുണ്ടെന്ന്. വല്ലാതെ മോഹിച്ചു പോയി ഞാൻ. ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടു. ഞാനും ഹരിയേട്ടനും തമ്മിലുള്ള വിവാഹം, വിവാഹ ജീവിതം, ഇണക്കങ്ങളും പിണക്കങ്ങളും, പിന്നെ നമ്മുടെ കുട്ടികളും. മതി, നിർത്ത്. എന്റെ ആനിയുടെ അനിയത്തി ആയതുകൊണ്ടാ പരിധിയിൽ കവിഞ്ഞ സ്വാതന്ത്ര്യം ഞാൻ നിനക്ക് തരുന്നത്. അതെന്തിനുമുള്ള ലൈസൻസായിട്ട് നീ കാണരുത്. എന്റെ മനസ്സിലും ശരീരത്തിലെ ഓരോ അണുവിലും ആനിയുണ്ട്. അതിനു പകരം വേറെ ആരുമില്ല. എന്നിട്ടാണോ ഊരും പേരും അറിയാത്ത ഒരുത്തിയെ കെട്ടിയെടുത്തോണ്ട് വരാൻ പോകുന്നത്? അവളെന്താ എന്റെ ചേച്ചിക്ക് പകരമാവോ? അതൊന്നും പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല. അങ്ങനെ പറഞ്ഞു ഒഴിവാകാനൊന്നും നോക്കണ്ട. ഞാൻ മനസ്സിലാഗ്രഹിച്ചത് നടന്നേ തീരൂ. എന്റെ ആനിയുടെ ചോര തന്നെയാണോ നീ? എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. നീ എവിടെ? ആനി എവിടെ? ആനിയുടെ ആത്മാവ് നിന്നോട് പൊറുക്കട്ടെ. ദേ, ഇനി ഇതുപോലുള്ള പൊട്ടത്തരം കൊണ്ട് വന്നേക്കരുത്. എന്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. കനിയ ഇനി മുതൽ ഏഞ്ചലിന്റെ അമ്മ. ഡേ, എന്റെ മനസ്സ് നോവിച്ച് സുഖമായി കഴിയാന്ന് നിങ്ങൾ ആരും കരുതണ്ട. അനുഭവിക്കും നീയൊക്കെ. നോക്കിക്കോ. അല്ല, നമ്മുടെ ഈ മാലാഖ കുട്ടിക്ക് ഇന്ന് എന്തു പറ്റി? മുഖം വല്ലാതിരിക്കുന്നല്ലോ. മോള് മണിക്കുട്ടിയുടെ അടുത്തേക്ക് ചെല്ല. ഹരി, എന്താ? എന്തോ പ്രശ്നമുണ്ടായിട്ടുണ്ടല്ലോ. കല്യാണ വിഷയം വീട്ടിൽ ചെറിയൊരു പൊട്ടിത്തെറി ഉണ്ടാക്കി. കനിയാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അച്ഛൻ ഒഴികെയുള്ളവർ ഒറ്റക്കെട്ടായി എതിർത്തു. എനിക്ക് നേരെ ചീറിയടുത്തു. എനിക്ക് നേരല്ല, ഏഞ്ചലിന് നേരെ. ഏഞ്ചലിന് നേരെയോ? ആ പാവം എന്ത് പിഴച്ചു? ഏഞ്ചലാണല്ലോ കനി അമ്മയായി വേണമെന്ന് പറഞ്ഞത്.
അപ്പോ അവളെ പ്രധാന പ്രതിയായി അവർ കണ്ടു. എല്ലാവരും ചേർന്ന് ഒരു മയവും ഇല്ലാതെ ഏഞ്ചലിനെ വഴക്ക് പറഞ്ഞു. സഹിയേട്ടപ്പോ ഞാൻ പൊട്ടിത്തെറിച്ചു. അവിടുന്ന് അപ്പൊ തന്നെ മോളെയും കുട്ടി ഞാൻ ഇറങ്ങി. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വേർന്നുകൂടി ഉണ്ടായി. കാറ് തടഞ്ഞു നിർത്തി സ്റ്റെഫിയും വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. സ്റ്റെഫി എന്ന് പറയുന്നത് ആനിയുടെ അനിയത്തിയല്ലേ? അതേച്ചോ, ആനിയുടെ അനിയത്തിയാണെന്നേ ഉള്ളൂ. മോരും മുതിരയും പോലെ രണ്ടാളും. അവൾക്കെന്റെ ഭാര്യയാവണം. ആനിയുടെ അനിയത്തിയെ ഭാര്യയായി കാണാനാവില്ലെന്ന് പറഞ്ഞിട്ടൊന്നും അവളുടെ തലയിൽ കയറുന്നില്ല. എന്റെ ഭാര്യയായി വേറൊരാൾ വന്നാലോ എല്ലാവരെയും കൊല്ലുന്ന സ്റ്റെഫി പറയുന്നത്. അത് കേട്ട് ഏഞ്ചൽ വല്ലാതെ പേടിച്ചു. വീട്ടിൽ അംഗം കഴിഞ്ഞ് വരുമ്പോഴാ ഇത്. എല്ലാം കൂടി ആയപ്പോ മോളുടെ മനസ്സ് വല്ലാതായി. എല്ലാവരും കൂടി ഏഞ്ചലിനെ ഇങ്ങനെ മാനസികമായി തകർക്കാൻ ശ്രമിച്ചാൽ അവർക്കൊക്കെ അറിയാവുന്നതല്ലേ ഏഞ്ചലിന്റെ സ്ഥിതി? എല്ലാം അറിയാവുന്നവർ തന്നെയാച്ചോ ഓരോന്ന് കാണിക്കുന്നത്. അവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഏഞ്ചലിനോട് അവർക്ക് തരുമ്പ് സ്നേഹമില്ല. എന്റെ സമ്പത്തിലാ എല്ലാവരുടെയും കണ്ണ. കനി എന്റെ ഭാര്യയായി വന്നാൽ സകല സ്വത്തുക്കളും കനി കൈവശപ്പെടുത്തുമെന്ന് അവര് പേടിക്കുന്നുണ്ട്. ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്നറിഞ്ഞപ്പോൾ മുതൽ എല്ലാവരും ഓരോ കണക്കുകൂട്ടലായിരുന്നു. ആരെയാണ് കല്യാണം കഴിക്കുന്നതെന്ന് ആദ്യം പറഞ്ഞിരുന്നില്ല ഞാൻ. ഇന്നിപ്പോ എല്ലാവരും കൂടി ഏഞ്ചലിനെ ക്രൂശിക്കുന്നത് കണ്ടപ്പോ നിയന്ത്രണം വിട്ട് പറഞ്ഞു പോയതാ ഞാൻ. ഒരാളുടെ സമ്മതവും സഹായവും ഒന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. സ്റ്റെഫിയുടെ ഉള്ളിലിരിപ്പും വേറൊന്നല്ല, സ്വത്ത് തന്നെ. ആനിയുടെ മോളാണെന്ന പരിഗണന പോലും ഏഞ്ചലിന് നൽകാത്ത ആളാ സ്റ്റെഫി. അവൾക്കിപ്പോ ഏഞ്ചലിന്റെ അമ്മയാവണം, എന്റെ ഭാര്യയാവണം. ഭാര്യയാവാനും അമ്മയാവാനും വിലപേശുക, ഭീഷണി മുഴക്കുക. കാലം എവിടെയാ ചെന്ന് നിൽക്കുന്നത്? മുന്നോട്ടല്ല, പിന്നോട്ട് തന്നെയാ മനുഷ്യർ നടക്കുന്നത്. സ്വത്തിനും പണത്തിനും വേണ്ടി കൂടപ്പിറപ്പുകളെ പോലും വകവരുത്താൻ മനസ്സുള്ളവരായി തീർന്നിരിക്കുന്നു ഇപ്പോൾ മനുഷ്യർ. എന്തിന്? ജന്മം നൽകിയ അച്ഛനമ്മമാർ വരെ പലർക്കും ഇപ്പോൾ അധികപ്പറ്റ. അവർക്ക് ഭാരമാകുന്നു. 10 മാസം വയറ്റിൽ ചുമന്നതൊക്കെ അവർ മറക്കുന്നു. മനനം ചെയ്യാൻ കഴിവുള്ളവരാണ് മനുഷ്യർ. എന്നാലോ അങ്ങനെയുള്ളവരൊന്നും ഇന്നില്ല. അങ്ങനെ തീർത്തു പറയാനാവില്ല. കുറച്ചുപേരൊക്കെ ഉണ്ട്. ആ കുറച്ചുപേരിൽ ഫാദറും കനിയും ഒക്കെ ഉണ്ട്. അച്ഛൻ കനിയോട് സംസാരിച്ചോ? ഞാൻ സംസാരിച്ചു. എന്നിട്ട് കനി എന്തു പറഞ്ഞു? സമ്മതമല്ലേ? അത് കനി തീരുമാനമൊന്നും പറഞ്ഞില്ല. നിരാശപ്പെടുകയൊന്നും വേണ്ട. പെട്ടെന്നൊരു തീരുമാനം പറയാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ ഇത്. ഇത്തിരി സാവകാശം കൊടുക്കാം. കനി ഒന്ന് ആലോചിക്കട്ടെ. കനിയുടെ തീരുമാനം അനുകൂലമായേ വരൂ. എന്ന് ഞാൻ ഇറങ്ങട്ടെ ഫാദർ. ശരി ശരി. എല്ലാവരും എന്നെ ഒത്തിരി വരെ പറഞ്ഞു. എൻ്റെ അമ്മ മരിച്ചത് ഞാൻ കാരണമാണെന്ന്. കരയില്ല ഏഞ്ചലെ. ഏഞ്ചലിനെ വഴക്ക് പറഞ്ഞവർക്കൊക്കെ നല്ല ഏര് വെച്ചു കൊടുക്കാം. അവരാരും എനിക്കിനി കാണണ്ട. അവരൊക്കെ ചീത്തയാ. ഏഞ്ചലിന് ഇഷ്ടമല്ലെങ്കിൽ ഏഞ്ചൽ പോണ്ട. ഏഞ്ചൽ ഇവിടെ നിന്നോ? എന്താ ഏഞ്ചല്? എനിക്ക് അയ്യോ ഏഞ്ചല്, ഏഞ്ചല്, കനിമേ, കനിമേ, ഏഞ്ചല്, ഏഞ്ചല്. അയ്യോ മോളെ, കനിമേ, മോളെ എന്താ പറ്റി മണിക്കുട്ടി? പെട്ടെന്ന് ഇങ്ങനെ വീണതാ ഏഞ്ചല്. മോളെ മണിക്കുട്ടി ഇവിടെ നിൽക്കണം കേട്ടോ. കനിമ വേഗം ഏഞ്ചലിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വരാം. ഞാനും വരാം കനിമേ. മോള് വന്നാൽ എങ്ങനെയാ? ഫാദർ വരുമ്പോ വിവരം പറയണ്ടേ? ഫാദർ വരുമ്പോ പറയണം ഏഞ്ചലിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കണെന്ന് കേട്ടോ. മോളെ എന്താ ഡോക്ടർ? ഒരു എമർജൻസി കേസാണ്. എന്ത് പറ്റിയതാ? മോള് പെട്ടെന്ന് കുഴഞ്ഞു വീണു. കണ്ണു തുറക്കുന്നില്ല.
എത്ര വിളിച്ചിട്ടും അനക്കമില്ല. സിസ്റ്റർ, കുട്ടിയെ റൂമിലേക്ക് കൊണ്ടുപോയി. ശരി ഡോക്ടർ. ദൈവമേ, ഏഞ്ചൽ മോൾക്കൊന്നും വരുത്തല്ലേ. എന്തു പറ്റി മണിക്കുട്ടി? മോളെന്തിനാ കരയുന്നത്? ഏഞ്ചലിനെ കൊണ്ടുപോയി. ഏഞ്ചലിനെ കൊണ്ടുപോയെന്നോ? എവിടെ? അറിയില്ല. എന്താ ഉണ്ടായതെന്ന് പറയൂ. ഞാൻ ഏഞ്ചല് വർത്താനം പറഞ്ഞോണ്ടിരിക്കുമ്പോ ഏഞ്ചൽ ഒറ്റ വീഴ്ച. ഞാൻ പേടിച്ച് കനിമ വിളിച്ചു. കനിമ വന്ന് വിളിച്ചിട്ടും ഏഞ്ചൽ എണീറ്റില്ല. എന്നിട്ട് ഏഞ്ചലിനെ എടുത്തോണ്ട് കനിമ പോയി. ഈശോയെ, ഇപ്പൊ ഓർമ്മ വന്നു. ഏഞ്ചല് ഡോക്ടറെ അടുത്താ കൊണ്ടുപോയെ. അച്ഛൻ്റെ അടുത്ത് പറയണെന്ന് കനിമ പറഞ്ഞിട്ടാ പോയെ. ഹരി, ഏഞ്ചലിന് എന്തോ പറ്റിയിട്ടുണ്ട്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കനി ഏഞ്ചലിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുക. ഞാൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഏത് ഹോസ്പിറ്റലാ പോയതെന്ന് അറിയില്ല. ഏതായാലും ഇവിടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലായിരിക്കും പോയിരിക്കുക. ഹരി, പെട്ടെന്ന് ഇങ്ങോട്ട് വാ.